പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് സിന്ധു, ഭർത്താവിൻ്റെ പേര് തങ്കച്ചൻ. ഞങ്ങൾ ഉരുപ്പുംകുറ്റി ഇടവക, കണ്ണൂർ ജില്ലയിലെ ഉരുപ്പുംകുറ്റി ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 11 വർഷമായിട്ട് ഞങ്ങൾക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. കേരളത്തിൽ അറിയാവുന്ന എല്ലാ ഹോസ്പിറ്റലുകളിലും, ഒട്ടുമുക്കാലും അറിയാവുന്ന എല്ലാ ഹോസ്പിറ്റലുകളിലും പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഒപ്പം തന്നെ അറിയാവുന്ന പള്ളികളിലെല്ലാം പോയി പ്രാർത്ഥിക്കുകയും എല്ലാ ധ്യാനങ്ങൾ കൂടുകയും എല്ലാം ചെയ്യുമായിരുന്നു. എങ്കിലും ഞങ്ങൾക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. 12 വർഷങ്ങൾക്ക് ശേഷം ഓൺലൈനിൽ ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞു. ഞാൻ ഹൈദരാബാദിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ദസറയുടെ ഹോളിഡേയ്സിന് ഞാൻ വീട്ടിൽ വരുമ്പോൾ ഞാൻ കൃപാസനത്തെക്കുറിച്ച് ഞാൻ ചേട്ടായോട് പറഞ്ഞു, ഞാൻ എന്നാണല്ലോ ഈ പ്രാവശ്യം കൃപാസനത്തിൽ പോയിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടായിനോട് ഞാൻ പറഞ്ഞു, നമുക്ക് 2 പേർ കൂടെ പോകാം. ചേട്ടായും പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ചേട്ടായി പറഞ്ഞു, ആകെ 4 ദിവസത്തെ ഹോളിഡേയ്സിനാണ് വീട്ടിൽ വരുന്നത്, ഇനി നമുക്ക് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താണ്, ഞാൻ ഈ പ്രാവശ്യം കൃപാസനത്തിൽ പോയിട്ടേ ഉള്ളൂ, ചേട്ടായി വന്നില്ല വരണ്ടെന്ന് പറഞ്ഞ് ഞാൻ ചേച്ചിയുടെ മോനെയും കൂട്ടി കൃപാസനത്തിലേക്ക് വന്നു. അവിടെ പ്രാർത്ഥിച്ചു. 2022 സെപ്റ്റംബർ 23 ഞാനിവിടെ വരുന്നത്. ഒക്ടോബറിൽ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആവുകയും 2023 ജൂൺ 8 ഞങ്ങൾക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തന്ന് മാതാവ് അനുഗ്രഹിക്കുകയും ചെയ്തു. ആ വലിയൊരു സാക്ഷ്യം പറയാനായിട്ട് ഞങ്ങൾ ഹോളിഡേയ്സിനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ സാക്ഷ്യം പറയാനായിട്ട് തന്നെയാണ് ഞങ്ങളിങ്ങോട്ട് വന്നത്. മാതാവ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം, 11 വർഷം മക്കളില്ലായിരുന്നിട്ടും മാതാവിൻ്റെ അടുത്ത് വന്ന് ആ മാതാവിൻ്റെ മണ്ണിൽ കാല് ചവിട്ടി 1 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മക്കളെ ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പള്ളികളിൽ ഞങ്ങൾ പോയി. പോകാത്ത പള്ളികൾ എന്ന് പറഞ്ഞ് ചുരുക്കമാണ്, കൂടാത്ത ധ്യാനങ്ങൾ ചുരുക്കം, ഉരുള് നേർച്ച, അങ്ങനെയുള്ള നേർച്ചകളെല്ലാം ചെയ്യുമായിരുന്നു. എന്നിട്ട് ഒന്നും കിട്ടാത്ത ഇവിടെ വന്ന് മാതാവിൻ്റെ മണ്ണിൽ ചവിട്ടിയതിന് ശേഷം ഞങ്ങൾക്ക് സാധിച്ചപ്പോൾ കൃപാസന അമ്മയുടെ വലിയൊരു അനുഗ്രഹം തന്നെയാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഒപ്പം തന്നെ അമ്മയുടെ ഉടമ്പടി തൈലം ഞാൻ എല്ലാ ദിവസവും വയറ്റിൽ പുരട്ടി എല്ലാ ദിവസവും കിടക്കുന്നതിനും പ്രാർത്ഥിക്കുമായിരുന്നു. ഒപ്പം തന്നെ പ്രഭാത പ്രാർത്ഥനയും വൈകുന്നേരത്തെ പ്രാർത്ഥനയും ബൈബിൾ വായിക്കാനുള്ള, എനിക്ക് ബെഡ് റെസ്റ്റാണ് പറഞ്ഞിരുന്നത്, എങ്കിൽ തന്നെ ഇതെല്ലാം ഞാൻ കൃത്യമായിട്ട് ചെയ്യുമായിരുന്നു. ഒപ്പം തന്നെ രോഗി സന്ദർശനം പറ്റുന്ന പോലെയൊക്കെ അതെല്ലാം ചെയ്യുമായിരുന്നു. ഒപ്പം തന്നെ പേപ്പർ വിതരണം ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമായിരുന്നു. മാതാവ് തന്ന വലിയ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. ഇനിയും മാതാവിൻ്റെ അടുത്ത് വന്ന് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ തീർച്ചയായും സാധിച്ചു കിട്ടുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. സിന്ധു എന്ന് പറഞ്ഞ ഈ സഹോദരി കുടുംബമായിട്ട് വന്ന് ഈ കുഞ്ഞിനുമായിട്ട് വന്ന് പറഞ്ഞ സാക്ഷ്യം വ്യക്തമാണ്. കൃപാസനത്തോട് കടന്നു വരുന്നത് 2022 സെപ്റ്റംബർ 24 അല്ലേ? ഏത് മാസമാണ് പ്രഗ്നൻ്റ് ആയെന്ന് കൺഫേം ചെയ്തത്? ഒക്ടോബർ 16. അതായത് 11 വർഷം കുഞ്ഞുങ്ങളില്ലാതിരുന്ന ദമ്പതികളാണ് കൃപാസനത്തോട് കടന്നു വന്ന് സെപ്റ്റംബർ മാസം മരിയൻ ഉടമ്പടി എടുത്തു. അടുത്ത മാസം തന്നെ ഈ സഹോദരി പ്രഗ്നൻ്റ് ആയി. ഒപ്പം തന്നെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. മത്തായിയുടെ സുവിശേഷത്തിലെ 3-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, ഈ കല്ലിൽ നിന്ന് അബ്രഹത്തിന് തൻ്റെ സന്തതികളെ ജനിപ്പിക്കാൻ കഴിയും. അതായത് കർത്താവിൻ്റെ കൃപ പ്രവർത്തിച്ചാൽ ഏത് കല്ലായിട്ടുള്ള അവസ്ഥകളെ ആണെന്നുണ്ടെങ്കിലും കർത്താവിന് അത് എടുത്തു മാറ്റി കുഞ്ഞിനെ തരാൻ പറ്റും. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ എന്തായിരുന്നു പറഞ്ഞത്? എന്താണ് കൺസീവ് ആകാത്തതെന്ന് മൈക്ക് അടുപ്പിച്ച് വെച്ചു. ഡോക്ടർ പറഞ്ഞു പ്രശ്നങ്ങളൊന്നുമില്ല, എന്താണെന്ന് മനസ്സിലാവുന്നില്ല, 2 പേർക്കും കാര്യമായ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ലെന്ന് പറഞ്ഞു. എല്ലാ കാണിക്കുന്ന ഡോക്ടർമാരെല്ലാം ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും അറിയാം, മെഡിക്കൽ സയൻസിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത വിഷയങ്ങളാണ് ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ കർത്താവിൻ്റെ കൃപ പ്രവർത്തിച്ച് ഈ കുടുംബത്തിന് സാധിച്ചു കിട്ടിയത്. മരിയൻ ഉടമ്പടി വഴിയായിട്ട് ഈ കുടുംബത്തിൽ ലഭിച്ച ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദൈവമാതാവിനെയും ദൈവപിതാവിനെയും മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.